വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ ജോൺ എന്ന മത്സ്യത്തൊഴിലാളിയുടെ മകൾ ജിജി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് 2 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാഡത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, 100 ആയുസ്സാ. സ്വന്തം അച്ഛനെ കാണാതായിട്ട് 8 ദിവസം കഴിഞ്ഞു. അതിൽ ആ മകൾക്കുള്ള വേദന എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ വേദന പങ്കുവെക്കുന്ന രീതി അത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. സർക്കാരിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ്, മന്ത്രിമാരെയൊക്കെ അങ്ങ് അനാവശ്യം പറയുകയാണ്. അവളുടെ സ്ഥാനത്ത് വല്ല ആമ്പിള്ളാരും ആയിരുന്നെങ്കിൽ എപ്പ വാരിയിൽ ഒടിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അവർക്കുള്ള വേദന അത് വേറൊരു കാര്യം. ആ വേദന ചിലപ്പോൾ രോഷമൊക്കെയായി മാറിയേക്കാം, ദേഷ്യമായി മാറിയേക്കാം. സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ അച്ഛനെ കിട്ടാത്തത് എന്ന ചിന്തയിലേക്കൊക്കെ അവരുടെ വേദന അവരെ നയിച്ചേക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മുടെ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്ന് ഫിഷറീസ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അവർ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആരും വിളിച്ചിട്ടില്ല, ഫിഷറീസ് മന്ത്രി വിളിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ഒന്നും വിളിച്ചില്ല, അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ത് ദ്രോഹാടോ, സത്യം നമുക്ക് 2 കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? അതിനുശേഷം ഇന്നലെ രാത്രി പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി വിളിച്ചു, ഒന്ന് വിളിച്ചതിൽ സന്തോഷമുണ്ട്, പക്ഷേ ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ആശ്വാസമല്ല വേണ്ടത്, നടപടിയാണ് വേണ്ടത്. നിങ്ങൾ ഈ പറയുന്നത് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലല്ലോ. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് ഫിഷറീസ് മന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെ ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്നില്ല, ഈ മന്ത്രിമാരാരും ശരിയല്ല, ഈ സർക്കാർ ശരിയല്ല, ഈ സിസ്റ്റം ശരിയല്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നമെന്ന് സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഒരു സംശയം ഉയരുന്നു. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി വരും. ആ വേദനയേക്കാൾ ഉപരി ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ മുഴച്ചു നിന്നത് സർക്കാരിനോടുള്ള എന്തോ ഒരു അമർഷമാണ്. ഇവരല്ലായിരുന്നു മറ്റവരായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇവിടെ സാധിച്ചേനെ എന്നുള്ള ഒരു രീതി. അതിലെന്തെങ്കിലും തെറ്റ് ഇല്ല. അർജുന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയല്ലോ, മണ്ണിടിച്ചിലുണ്ടായി അവിടെ കുടുങ്ങിയ സമയത്ത്. അപ്പോൾ സർക്കാരെല്ലാം നല്ല ഉത്സാഹം കാണിച്ചല്ലോ, എല്ലാ മനുഷ്യരും ഉത്സാഹം കാണിച്ചല്ലോ. അപ്പോൾ കടലിന്റെ മക്കൾക്ക് ഒരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയും ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണോ? ഒരു കൂസലുമില്ലാതെ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഇവിടെ ഒരു പ്രളയം വന്നപ്പോൾ കടലിന്റെ മക്കളെ വേണമായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങളെ വേണമായിരുന്നല്ലോ, കടലിന്റെ തീരത്തോട്ടൊക്കെ ചെല്ലാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എനിക്കറിയാം എന്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ്, പക്ഷേ ഇപ്പൊ ഞാനല്ല ഹാപ്പിയാ. അതൊരു ഫ്രീഡം അല്ലേ? എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ, ഇറങ്ങി പോടെ മണിയെന്നാ നമുക്ക് പോവാം. പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്.